ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കഥ കേൾക്കാം. വിദർഭ രാജ്യത്ത് സത്യരഥൻ എന്നു പേരായ പ്രഗത്ഭനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ധർമ്മതത്പരനും സത്യസന്ധനും ശിവഭക്തരെ സ്നേഹിക്കുന്ന ഒരു ആളുമായിരുന്നു. ഒരിക്കൽ സാല രാജാക്കന്മാർ വിദർഭ രാജ്യത്തെ ആക്രമിച്ചിട്ട് രാജധാനിയെ വളഞ്ഞു. ശക്തന്മാരായ ആ സാല രാജാക്കന്മാരോട് സത്യരഥ രാജാവ് യുദ്ധത്തിൽ ഏർപ്പെട്ടു. സത്യരഥന് ശക്തമായ വലിയ സൈന്യമുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധം ഭയങ്കരമായിട്ട് നടന്നു. സത്യരഥൻ്റെ സൈന്യം നശിച്ചു. ആ രാജാവും മരണപ്പെട്ടു. ബാക്കിയുള്ള ഭടന്മാർ മന്ത്രിമാരുമായിട്ട് പേടിച്ചോടിപ്പോയി. ആ സമയത്ത് വിദർഭ രാജാവ് സത്യരഥൻ്റെ ഭാര്യയായ റാണി ശത്രുക്കളുടെ കയ്യിലായിരുന്നു. എന്നിട്ടും ആ റാണി അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു പോന്നു. ആ സമയത്ത് അവർ ഗർഭിണിയായിരുന്നു. അവർ ദുഃഖം താങ്ങാനാവാതെ ഭഗവാൻ ശങ്കരൻ്റെ പാതാരവിന്ദങ്ങളെ ചിന്തിച്ചുകൊണ്ട് വേറൊരു ദിക്കിലേക്ക് പോയി. നേരം വെളുത്തപ്പോഴേക്കും റാണി ഭഗവാൻ ശങ്കരൻ്റെ കാരുണ്യം കൊണ്ട് പരിപാവനമായ ഒരു തടാകത്തിലെത്തി. തടാകതീരത്ത് ചെന്നിട്ട് അവിടെ ഒരു മരത്തിൻ്റെ താഴെ ഇരുന്നു. ഭാഗ്യവശാൽ ആ മരത്തിൻ്റെ താഴെ തന്നെ ഒരു ശുഭമുഹൂർത്തത്തിൽ സദ്ഗുണസമ്പന്നനായ ഒരു ശിശുവിന് റാണി ജന്മം നൽകി. ആ ബാലൻ എല്ലാ ശുഭലക്ഷണങ്ങളും തികഞ്ഞവനായിരുന്നു. ആ സമയത്ത് ആ കുട്ടിയുടെ മാതാവിന് വല്ലാത്ത ദാഹം തോന്നി. അവർ വെള്ളം കുടിക്കാനായിട്ട് ആ തടാകത്തിലേക്ക് ഇറങ്ങി. വെള്ളം കുടിക്കുമ്പോഴേക്കും ഒരു മുതല വന്നിട്ട് ആ റാണിയെ വിഴുങ്ങി. ആ ബാലൻ ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കന്മാരൊന്നും ഇല്ലാതെയായിത്തീർന്നു. ആ കുട്ടി ആ തടാകതീരത്ത് കിടന്ന് വിശന്ന് വലഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയത്ത് ആ ബാലനോട് ദയ തോന്നിയിട്ട് ഭഗവാൻ മഹേശ്വരൻ ആ ശിശുവിനെ രക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ ഒരു ബ്രാഹ്മണി അവിടെ എത്തി. അവൾ വിധവയായിരുന്നു. വീട് തോറും നടന്ന് ഭിക്ഷ വാങ്ങി നടന്നിരുന്ന അവരോടൊപ്പം അവരുടെ 1 വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ആ കുട്ടിയെയും എടുത്തുകൊണ്ടാണ് അവർ തടാകതീരത്തേക്ക് വന്നത്. അവിടെ ആ കുട്ടി കിടന്ന് കരയുന്നത് കണ്ടു. അവർക്ക് ആശ്ചര്യമായി. അവിടെ ആരും തന്നെ കാണുന്നുമില്ല. ഇപ്പോൾ ജനിച്ച കുഞ്ഞും ആരോട് ചോദിക്കും? എന്തായാലും ഈ കുഞ്ഞിനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ വളർത്തും. ബ്രാഹ്മണി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പല ലീലകളും നടത്തുന്ന ഭഗവാൻ ശങ്കരൻ ആ സമയത്ത് അവിടെ എത്തി. അദ്ദേഹം ഒരു സന്യാസിയുടെ വേഷത്തിലായിരുന്നു അവിടെ എത്തിയത്. ആ രൂപത്തിൽ വന്ന ശിവൻ ചിരിച്ചുകൊണ്ട് ബ്രാഹ്മണിയോട് പറഞ്ഞു, ബ്രാഹ്മണി, സംശയിക്കേണ്ട, ഈ ബാലൻ പരമപവിത്രമാണ്. ഇത് നിന്റെ കുഞ്ഞാണെന്ന് കരുതിയിട്ട് നീ വളർത്തുക. ബ്രാഹ്മണി പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ എന്ന പോലെ തന്നെ ഞാൻ വളർത്തും. എന്നാലും എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം. ആരുടെ കുഞ്ഞാണിത്? എങ്ങനെയാണ് ഇവിടെ വന്നത്? സന്യാസി ശ്രേഷ്ഠ, എനിക്ക് തോന്നുന്നു അങ്ങ് ഭഗവാൻ ശിവൻ തന്നെയാണെന്ന്. ഈ കുട്ടി മുജ്ജന്മത്തിൽ അവിടുത്തെ ഭക്തൻ തന്നെയായിരുന്നു. ഏതോ കർമ്മദോഷം കൊണ്ട് ഇങ്ങനെ ഒരു സങ്കടാവസ്ഥയിൽ വന്നതാണ്. അങ്ങയുടെ കാരുണ്യം കൊണ്ട് തന്നെ ഈ കുട്ടി ഐശ്വര്യവാനാകും. ഞാനും അങ്ങനെ തന്നെ അങ്ങയുടെ മായ കൊണ്ട് ഇവിടെ വഴിതെറ്റി വന്നത് തന്നെയാണ്. അതാണ് ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി തന്നെ ഞാനിവിടെ എത്തിയത്. അപ്പോൾ ശിവൻ പറഞ്ഞു, ബ്രാഹ്മണി, ഇത് കേൾക്കൂ. ഈ കുട്ടി വിദർഭ രാജാവായ സത്യരഥൻ്റെ കുട്ടിയാണ്. അദ്ദേഹം ഒരു ശിവഭക്തനായിരുന്നു. അപ്പോൾ ബ്രാഹ്മണി ചോദിച്ചു, എന്താണ് ഇങ്ങനെ വരാൻ കാരണം? ഞാനും ഇങ്ങനെ ഈ തെണ്ടി നടക്കുകയാണല്ലോ. അപ്പോൾ സന്യാസിയായ ശിവൻ പറഞ്ഞു, ഈ കുട്ടിയുടെ അച്ഛൻ മുജ്ജന്മത്തിൽ പാണ്ഡ്യരാജ്യത്തെ രാജാവായിരുന്നു. ധർമ്മത്തിൽ മുഴുകിയൊക്കെ ജീവിച്ചിരുന്നതാണ്. ഒരു ദിവസം പ്രദോഷ സമയത്ത് രാജാവ് ശിവപൂജ ചെയ്യുകയായിരുന്നു. വളരെ ഭക്തിയോടെ മഹാദേവനെ പൂജിച്ചിരുന്നതാണ്. ആ സമയത്ത് രാജ്യത്ത് കോലാഹലമുണ്ടായി. ശബ്ദമൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ ശങ്കരൻ്റെ ആ പൂജ പകുതിയായിട്ട് നിർത്തി. എന്നിട്ട് രാജാവ് കൊട്ടാരത്തിന് വെളിയിൽ വന്നു. ഈ സമയത്ത് മന്ത്രി ശത്രുക്കളെ പിടികൂടിയിട്ട് രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. പാണ്ഡ്യരാജ്യത്തെ രാജാവായിരുന്നു അത്. അയാളെ കണ്ടപ്പോൾ രാജാവ് എന്ത് ചെയ്തു? കോപത്തോടുകൂടി അയാളുടെ ആ തല വെട്ടിക്കളഞ്ഞു. ശിവപൂജ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് ശിവനെ ആരാധിച്ചത് മുഴുവനാക്കാതെ രാജാവ് രാത്രിയിൽ ആഹാരവും കഴിച്ച് കിടന്നുറങ്ങി. ഇതുപോലെ തന്നെ രാജകുമാരനും
ശിവപൂജ ചെയ്യാതെ രാത്രിയിൽ ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങി. അതേ രാജാവ് അടുത്ത ജന്മത്തിൽ വിദർഭ രാജാവായി തീർന്നു. ശിവപൂജയിൽ തടസ്സമുണ്ടായതിനാൽ ശത്രുക്കൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. കഴിഞ്ഞ ജന്മത്തിൽ പുത്രനായിരുന്നവൻ തന്നെയാണ് ഈ ജന്മത്തിലും പുത്രനായിട്ട് ഉള്ളത്. ശിവപൂജ തെറ്റിച്ചതുകൊണ്ടാണ് ദരിദ്രനായത്. ബ്രാഹ്മണി, നിൻ്റെ മകന് കഴിഞ്ഞ ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിരുന്നു. ജീവിതകാലം മുഴുവൻ ദാനം വാങ്ങുന്നതിനായിട്ടാണ് നിയോഗിച്ചത്. സത്കർമ്മങ്ങളൊന്നും തന്നെ ചെയ്തില്ല. അതുകൊണ്ട് ദാരിദ്ര്യവും ഉണ്ടായി. ഈ ദോഷശാന്തിക്കായിട്ട് ഇപ്പോൾ തന്നെ ശങ്കരനെ ശരണം പ്രാപിക്കുക. ഈ കുട്ടികളും അങ്ങനെ തന്നെ ശിവനെ ആരാധിക്കട്ടെ. ഇങ്ങനെ ബ്രാഹ്മണിയെ ഉപദേശിച്ചിട്ട് ഭഗവാൻ ശിവൻ തൻ്റെ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു. സാക്ഷാൽ ശിവനാണെന്നറിഞ്ഞ് ബ്രാഹ്മണി നമസ്കരിച്ചു. അദ്ദേഹം പോയ ശേഷം ബ്രാഹ്മണി കുട്ടിയെയും എടുത്തുകൊണ്ട് സ്വന്തം കുട്ടിയോടൊപ്പം വീട്ടിലേക്ക് പോയി. ഏകചക്ര എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് അവർ താമസിച്ചിരുന്നത്. നല്ല ആഹാരമൊക്കെ കൊടുത്ത് കുഞ്ഞിനെയും രാജകുമാരനെയും ഒക്കെ അവർ വളർത്തിക്കൊണ്ടുപോന്നു. 2 കുട്ടികൾക്കും ഉപനയനവുമൊക്കെ നടത്തി. ശിവപൂജ ചെയ്തുകൊണ്ട് തന്നെ അവർ വീട്ടിൽ വളർന്നു പോന്നു. അവർ പ്രദോഷകാലങ്ങളിലും ശിവപൂജ ചെയ്തിരുന്നു. ഒരു ദിവസം ബ്രാഹ്മണകുമാരൻ രാജകുമാരനെ കൊണ്ടുപോകാതെ നദിയിൽ കുളിക്കാൻ പോയി. അപ്പോൾ നദിയിൽ നിന്ന് നിധിയുള്ള ഒരു കലശം ഒഴുകി വന്ന് ബ്രാഹ്മണകുമാരന് കിട്ടി. പിന്നീട് അവർ ശങ്കരനെ തന്നെ പൂജിച്ചുകൊണ്ട് വീണ്ടും 1 വർഷം കൂടി കഴിച്ചുകൂട്ടി. അതിനുശേഷം രാജകുമാരൻ ഒരു ദിവസം ബ്രാഹ്മണകുമാരനോട് കൂടിയിട്ട് വനത്തിലേക്ക് പോയി. അവിടെ യാദൃച്ഛികമായിട്ട് ഒരു ഗന്ധർവകുമാരി വന്നു ചേർന്നു. അവരുടെ അച്ഛൻ ആ കന്യകയെ രാജകുമാരന് നൽകി. ഗന്ധർവകുമാരിയെ വിവാഹം കഴിച്ച രാജകുമാരൻ ശത്രുബാധയില്ലാതെ രാജ്യം ഭരിച്ചിട്ട് സുഖമായി കഴിഞ്ഞുകൂടി. ബ്രാഹ്മണി അങ്ങനെ ആ രാജമാതാവും ആയിത്തീർന്നു. ആ ബ്രാഹ്മണകുമാരൻ രാജകുമാരൻ്റെ സഹോദരനുമായി. ധർമ്മഗുപ്തൻ എന്നായിരുന്നു ആ രാജാവിൻ്റെ പേര്. ഇങ്ങനെ രാജാവ് ദേവേശ്വരനായ ശിവനെ ആരാധിച്ചിട്ട് തൻ്റെ പത്നിയോടൊപ്പം വിദർഭരാജ്യത്ത് സുഖമായി ജീവിച്ചു പോന്നു. ഈ പവിത്ര കഥ പാപഹാരിയും പരമപാവനവും 4 പുരുഷാർത്ഥങ്ങളും സാധിപ്പിക്കുന്നതുമാണ്. ദിവസവും ഏകാഗ്രമാനസമായിട്ട് ഇത് കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നവർ ഈ ലോകത്തിൽ സകലവിധ സൗഖ്യങ്ങളും അനുഭവിച്ചിട്ട് അന്ത്യത്തിൽ ഭഗവാൻ ശിവൻ്റെ ധാമത്തിൽ എത്തുന്നു. നാളെ വേറൊരു കഥയുമായിട്ട് വരാം. ഓം നമഃ ശിവായ.